ശൈഖുനെ കൽപ്പിച്ച് കിതാബ് കൊടുത്ത് ഏൽപ്പിച്ച് നടത്താൻ വേണ്ടി ഏൽപ്പിക്കുകയും ഞാനതൊന്ന് നോക്കും, അതിലേക്കുള്ള ആളുകളെ ഞാൻ എത്തിച്ചുകൊള്ളും. അങ്ങനെ ധൈര്യം കൊടുത്തിട്ടുള്ള ഒരു മജ്ലിസിൽ ഇന്നലെ ഞാൻ പോയി. ഞാനവിടെ പോയപ്പോൾ സാധു മനുഷ്യനാണ് നടത്തുന്നത്. അദ്ദേഹം ഇന്നലെ ഒരു അഹ്ലു ബൈത്തിനെ നോമ്പ് തുറക്കാൻ കിട്ടണമെന്നുള്ള രീതിയിൽ സാധുവായ എന്നെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി സംസാരിച്ചു. റാത്തീബിന്റെ തുടക്കങ്ങളിലൊക്കെ പങ്കെടുത്തു. നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ ധാരാളമായി ആട്ടിന്റെ ഇറച്ചി ഇങ്ങനെ കൊണ്ടുവച്ചു. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു സദ്യയിലൊക്കെ പങ്കെടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു നോമ്പ് തുറയിൽ പങ്കെടുക്കുമ്പോ ചോറും അതുപോലെ തന്നെ പത്തിരിയൊക്കെ ധാരാളം ഇങ്ങനെ കാണും. പക്ഷെ ഇറച്ചിക്കൊരു ഒരു 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 കതിറുണ്ട്. ഇത് അതിലും അധികമായിട്ട് പ്ലേറ്റ് നിറച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആട്ടിറച്ചിയല്ലേ? ഇതാരാണ് ഇത്രയും വലിയ നേർച്ചയാക്കിയത്? അപ്പൊ എന്നോട് പറഞ്ഞു, തങ്ങളെ 10 കിലോ ആട്ടിറച്ചി വേണം എന്നുള്ള നിലക്ക് ചെറിയൊരു ആടിനെ ഞാൻ കണ്ടു. ഇപ്പൊ ഒരാൾ പറഞ്ഞു, ആടിനൊക്കെ മതിക്കുന്നവർക്ക് പെട്ടെന്ന് അതിനെ പിടിച്ച് തൂക്കിയാൽ അറിയാം. അത് ആട് കച്ചവടക്കാരോട് ചോദിച്ചാൽ അറിയാം. അവരൊന്ന് പിടിച്ചു പൊന്തിച്ചാൽ അത് ഇത്ര കിലോനുണ്ട് പറയും. ഏകദേശം ശരിയാകും, 1-2 കിലോ മാറാറുണ്ട്, സ്വാഭാവികമാണ്. അങ്ങനെ 10 കിലോ എന്ന് പറഞ്ഞൊരു ആടിനെ ഞാൻ വാങ്ങി. ഏകദേശം അതിന്റെ വില കൊടുത്ത് വാങ്ങി. ഞാൻ അറുത്ത് നോക്കുമ്പോൾ അറുത്തതിന് ശേഷം പോയി തൂക്കി പോകുമ്പോൾ 21 കിലോനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ബർക്കത്താണ്. നമ്മൾ ഇതിനൊക്കെ നേരിട്ട് വന്ന് ഒരു വലിയൊരു കറാമത്ത് പോലെ പറയുന്ന ഒരു തബറുക്കാണ്, മൗനത്താണ്. ഔലിയാക്കന്മാരുമായി ബന്ധപ്പെടുമ്പോൾ അല്ലാഹു തആല കൊടുക്കുന്ന ബർക്കത്താണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വലിയ ബർക്കത്താണല്ലോ, ഒരു അതിശയം തോന്നുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, തങ്ങളെ ഇതെന്നല്ല അത്ഭുതം, ഇതിലെന്ത് കിടക്കുന്നു? കഴിഞ്ഞൊരു സദസ്, ഞാൻ ആ സദസ്സിൽ പോയിട്ടുണ്ട്. അന്ന് നിങ്ങൾ കണ്ടില്ലേനോ ഒരുപാട് ആട്ടിറച്ചി? അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് തരുകയും ചെയ്തിട്ടുണ്ട് കൊണ്ടുവരാൻ. അന്നത്തേതാണ് ഇതിലും അത്ഭുതം. അന്ന് അജ്മീർ ഖാജാ തങ്ങൾ ഉപ്പാപ്പയുടെ ഉറൂസ് നടക്കുകയാണ്. അജ്മീർ ഖാജാ തങ്ങളെ പറ്റിയൊക്കെ ചിലത് പറഞ്ഞപ്പോ ചിലർക്കത് കേൾക്കാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട് പലരും ഇന്ന് അതുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കാണാത്തത് കൊണ്ടാകാം, വിരോധമില്ല. ഔലിയാക്കന്മാരെ പറ്റി പറയുന്ന കിതാബുകളും ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുമുണ്ട്. ഉറുദുവിൽ ധാരാളമുണ്ട്. സയ്യിദുൽ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ-ജിസ്സി അജ്മീരി തങ്ങൾ ഉപ്പാപ്പയെ പറ്റി പറയുന്നത് ഫാരിസിയിലുണ്ടെന്ന് പറയുന്നു. പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, അജ്മീർ ഖാജയുടെ ഉറൂസിന് അദ്ദേഹത്തിന് ഏകദേശം ആളുകളെല്ലാം ഒരു തിട്ടപ്പെടുത്തിയപ്പോ ഒരു 20 കിലോ ഇറച്ചി വേണ്ടി വരുമെന്ന് പറഞ്ഞു വെപ്പുകാരൻ. അപ്പൊ 20 കിലോന്റെ ഒരു ആടിനെ വാങ്ങാന്ന് വിചാരിച്ചു പോയി. അങ്ങനെ ഏകദേശം 20 കിലോന്റെ ഒരു ആടിനെ വാങ്ങി കൊണ്ടുവന്നപ്പോ അറക്കാൻ വേണ്ടി വന്ന ആള് ആടിനെ പറ്റി വിവരമുള്ള ആളാണ്. ഈ വാങ്ങുന്ന അയാള് പിടിച്ചു വന്നിട്ടോ, കോയമാൻകായ നമ്മളെ പറ്റിച്ച്, ഇത് 5 കിലോനാണുള്ളൂ തന്നെ, ഇത് 5 കിലോനേ ഉള്ളൂ തന്നെ. ഞാൻ ആ വീട്ടിൽ നിന്ന് ഞാൻ 2 സദസ്സിലും പങ്കെടുത്തവനാണ്. ഇന്നലെയും പങ്കെടുത്തിട്ടുണ്ട്. അജ്മീർ ഖാജാ തങ്ങളുടെ ബാപ്പയുടെ ഉറൂസിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ പറ്റിച്ച് 5 കിലോനാണുള്ളൂ തന്നെ. അല്ലാഹ് എന്ത് ചെയ്യും? 20 കിലോ ഇല്ലെങ്കിൽ ആ ഒരു സുഭിക്ഷമായ റാഹത്ത് കിട്ടൂലല്ലോ, എത്തപ്പൊത്താ കളിക്കേണ്ടി വരും. അങ്ങനെ ആടുള്ളവരൊക്കെ പറഞ്ഞ എല്ലാം നമുക്ക് അങ്ങ് ഒപ്പിക്കുക, ഇതുകൊണ്ട് പ്രശ്നമില്ല തന്നെ. ഓരോ അന്നി പറ്റൂല, 20 കിലോ തന്നെ വേണം, എന്നാലേ നമുക്ക് വിചാരിച്ച പോലെ നടക്കൂ, എന്നാലേ വരുന്നോലൊന്ന് സന്തോഷിപ്പിച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റും. അങ്ങനെ വേറൊരാൾ തന്നെ, നിങ്ങൾ വേദാറാണ്, അത് 20 ഉണ്ടാവും, സമാധാനിപ്പിച്ച്. വേറെ നിങ്ങൾ പേടിക്കണ്ടേ, ബർക്കത്തോണ്ട് 25 ആയാലോ? ഒരു മുഅ്മിനീങ്ങൾ അങ്ങനെയാണെന്നല്ലോ പറയാ, ബർക്കത്തോണ്ട് 25 ആയാലോ എന്നൊക്കെ ഇങ്ങനെ സംസാരം വന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അറക്കുന്നവൻ പറഞ്ഞു, വെപ്പുകാരനും പറഞ്ഞു, ഇത് 15 ഉള്ളൂ. 5 കിലോ കോഴിയിറച്ചി വാങ്ങിക്കൊണ്ടുവന്നു. നോക്കണേ, 20 തികക്കാൻ 5 കിലോ കോഴിയിറച്ചി വാങ്ങിക്കൊണ്ടുവന്നു. കോഴിയിറച്ചി അവിടുത്തെ പരിപാടിക്ക് സാധാരണ വെക്കാറില്ല, അതാണ് നോക്കണ്ടേ. കോഴിയിറച്ചി അവിടുത്തെ പരിപാടിക്ക് സാധാരണഗതിയിൽ വെക്കാറില്ല. കാരണം എന്താ, പെട്ടെന്ന് ആട് കിട്ടൂലോ. വൈകുന്നേരം അറക്കാൻ നോക്കുന്ന സമയത്ത് ആട്ടിറച്ചി വേണം തന്നെ, എവിടുന്ന് കിട്ടാനാ? 5 കിലോന്റെ ആടിട്ട് അറക്കാനും പറ്റൂല. അങ്ങനെ 5 കിലോ കോഴിയിറച്ചി വാങ്ങിക്കൊണ്ടുവന്നു. എന്നോട് ഇദ്ദേഹം പറയാ, സുബ്ഹാനല്ലാഹ്,
അങ്ങനെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, എന്തായാലും നമുക്ക് ഇത് തൂക്കി നോക്കണം അറുത്തിട്ട്. അപ്പൊ 18 കിലോ ഉണ്ടെങ്കിൽ പിന്നെ 2 കിലോ അല്ലേ കോഴി ഇറച്ചി എടുക്കണ്ടു. കോഴി ഇറച്ചി എത്ര ബാക്കി വെക്കണം എന്നുള്ള ആൾക്കാണ്. ഇനി 15 കിലോനാണെങ്കിൽ 5 കിലോനും കോഴി ഇറച്ചി വെക്കാലോ. ഇനി 20 കിലോനാണെങ്കിൽ കോഴി ഇറച്ചി എടുക്കണ്ടില്ലല്ലോ എന്നുള്ള നിലക്ക് ആ വന്നവരെല്ലാരും കൂടി ആടിനെ അറുത്തു, തോല് പൊളിച്ചു. സുബ്ഹാനല്ലാഹ്. ശൈഖുനാ ഖുതുബുൽ ആലം അവിടത്തേക്ക് കൊടുത്ത നിർദ്ദേശമാ റാത്തീബ് നടത്താൻ, മജ്ലിസ് നടത്താൻ ഞാൻ നോക്കിക്കൊള്ളും, ആളെ ഞാൻ അവിടെ എത്തിക്കും, ഉസ്താദുമാരെ ഞാൻ വരുത്തിക്കും, ഒക്കെ ശൈഖുന കൊടുത്ത ഓർഡറാണ്. ബഹുമാനപ്പെട്ട CP ഉസ്താദ് അല്ലാഹു ദർജ കൊടുക്കട്ടെ. മഹാനവറുകൾ അവിടെ ചെന്ന് ഇങ്ങനെ ധാരാളം സാസിൽ പങ്കെടുത്ത് പ്രസംഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുത്തുത്തങ്ങൾ അല്ലാഹു തആല ദർജ ഏറ്റി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, ഇപ്പോഴും ഒരുപാട് ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തൂക്കാൻ വേണ്ടി തുലാസ് കൊണ്ടുവന്ന് തൂക്കി 20 കിലോ മെതിച്ചുകൊണ്ട് കൊണ്ടുവന്ന ആട് 15 കിലോ മാത്രമേ ഉള്ളൂ എന്ന് അറബുകാരനും വെപ്പുകാരനും ഒക്കെ പറഞ്ഞു സമാധാനിപ്പിക്കാൻ. ചില 20 ഉണ്ടാവും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഒരാളുടെ വാക്ക് 25 ബർക്കത്തോണ്ട് ഉണ്ടായാലോ എന്നൊക്കെ വന്നു. അങ്ങനെ പറഞ്ഞ ആട് അറുത്തതിന് ശേഷം തൂക്കി നോക്കിയപ്പോ ഞങ്ങളൊക്കെ സാക്ഷിയാണ് എന്ന് അദ്ദേഹം പറയാ. ഞങ്ങളൊക്കെ സാക്ഷിയാ. ഞങ്ങളെല്ലാം തൂക്കി നോക്കിയപ്പോ 48 കിലോനാണ്. സുബ്ഹാനല്ലാഹ്. ഏതാടാ 48 കിലോ? 48 കിലോ ഏതെങ്കിലും ഒരു ആട് 20 കിലോ മെച്ചിട്ട് ആരെങ്കിലും ഭാഗ്യ ചരിത്രമുണ്ടോ? ഇത് ഞാൻ പറയുന്നത് വഫാത്തിന് ശേഷം. പക്ഷെ ഒരു തുടങ്ങാനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബാബ അവിടെ അവസാനിപ്പിക്കുകയാണ്. തുടങ്ങാനായിട്ടില്ല എന്ന് സക്കാവിസ്ത പറഞ്ഞല്ലോ, പാടുക്കട്ടെ, അതൊരു അദബാണ്. തുടങ്ങിയാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ കവാടം തുറന്നാൽ ആ കവാടത്തിന്റെ ഉള്ളിൽ കയറാൻ ഭാഗ്യമുള്ളവർക്ക് ധാരാളം ഭക്ഷിക്കാൻ, ധാരാളം ആസ്വദിക്കാൻ, ധാരാളം രുചിക്കാൻ, ധാരാളമായി ഉൾക്കൊണ്ടുകൊണ്ട് മധുരിക്കാൻ ഈ കവാടത്തിന്റെ ഉള്ളിൽ കോടിക്കണക്കിന് കിടക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ. അതാണ് ശൈഖുനാ ഖുതുബുൽ ആലം. സംശയം വേണ്ട. ദഹിക്കുന്നില്ല ചിലർക്ക്, ദഹിക്കണ്ട. പക്ഷേ ഞങ്ങൾ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടുണ്ട്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. പറയുന്നത് റെഡിക്ക് അനുഭവങ്ങൾ അറിഞ്ഞ് അനുഭവിച്ചവരോട് ചോദിച്ചറിഞ്ഞ് അതിന്റെ ലഫ്ളുകളൊക്കെ ചോദിച്ചിട്ടാ പറയാറുള്ളത്. ഞാൻ പലപ്പോഴും കറാമത്തുകൾ കേൾക്കാറുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. സഖാഫിയിൽ നിന്ന് തന്നെ കേട്ടാ ഞാൻ സഖാഫിനെ നേരിട്ട് വിളിക്കും. ഞാൻ വിളിച്ചിട്ട് ആരാണത്, എവിടെയാണ് അദ്ദേഹം, ഇപ്പോൾ ഹയാത്തിലുണ്ടോ, ഞാൻ പോയി കാണാറുണ്ട്, ഞാൻ ഫോൺ ചെയ്യാറുണ്ട്. അങ്ങനെ ആ വാക്കുകൾ അവരിൽ നിന്നും കിട്ടിയത് രേഖപ്പെടുത്തി വെച്ച്. കാരണം എന്താ, ഇന്ന് കേട്ട് 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ മാറിപ്പോയാലോ, ആശയം തീരെ മാറാൻ പറ്റൂലല്ലോ. ആ ശൈഖുനാ ഖുതുബുൽ ആലമിന്റെ വാക്ക് അതേപോലെ പറയാൻ മാത്രമുള്ള നൈപുണ്യത നമുക്കില്ല. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നാവിന് അസ്ർ നൽകുമാറാകട്ടെ, ഫലം നൽകുമാറാകട്ടെ. അങ്ങനെ അന്വേഷിച്ചിട്ടല്ലാതെ ഒന്നും പറയാറില്ല. അത്രയും ശൈഖുനയുടെ വിഷയത്തിൽ സൂക്ഷിക്കാറുണ്ട്.